മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ. സംസ്ഥാനത്തിനു വേണ്ടി കൂടുതൽ വികസന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി, ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്നിവ കൂടാതെ പാറ്റ്ന വിമാനത്താവളം നവീകരിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഈ വർഷം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ബീഹാർ ബജറ്റ് പ്രതിപക്ഷം പരിഹസിച്ചു. പ്രോട്ടീൻ സമൃദ്ധമായ താമരവിത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കും. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിർമ്മിക്കും. ബിഹ്ടയിൽ ബ്രൗൺഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും. നിലവിലെ പാറ്റ്ന വിമാനത്താവളം നവീകരിക്കും. തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ബീഹാറിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്. പാറ്റ്ന IITക്ക് പുതിയ ഹോസ്റ്റൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പുതിയ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങും. സംസ്ഥാനത്ത് പ്രത്യേക കനാൽ പദ്ധതി നടപ്പിലാക്കും. മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതിയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതേസമയം കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് മാത്രം തുടരെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെച്ചു. ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബീഹാറിനായി പുതിയ പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായത്.